7 ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടം 19 കഴിഞ്ഞിരിക്കുന്നു. 102 സീറ്റുകളിലേക്ക്. അവിടെ ജനങ്ങൾ എങ്ങനെ വോട്ട് ചെയ്യും? ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം എക്സിറ്റ് പോളുകളൊന്നും മറ്റ് ഘട്ടങ്ങളിലെ ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് കൊടുക്കാൻ പാടില്ല. പക്ഷേ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമുക്ക് വിലയിരുത്താം. അതിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ 102 സീറ്റുകളിൽ ഒരു പ്രതിപക്ഷ സഖ്യത്തിന് ഇന്ത്യ ബ്ലോക്കിന് ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്ന ഘട്ടത്തിലേക്കാണ് ഫസ്റ്റ് ഫേസ് ഓഫ് ദ ഇലക്ഷൻ പോയിരിക്കുന്നത്. 2019 നരേന്ദ്രമോദിക്കും BJPക്കും ഉണ്ടായിരുന്ന അനുകൂല സാഹചര്യങ്ങൾ 2024 ഇല്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് BJP തിരിച്ചറിയുന്നുണ്ട്. നരേന്ദ്രമോദി ആ മോഹന സ്വപ്നം പറഞ്ഞെങ്കിലും 400+ NDA സഖ്യം BJP + NDA 400-ൽ കൂടുതൽ സീറ്റുകൾ നേടുമെന്ന് ഒരു മോഹന സ്വപ്നം പുറത്തേക്ക് വിട്ടെങ്കിലും ഈ ഫസ്റ്റ് ഫേസ് ഇലക്ഷൻ, ഒന്നാം ഘട്ട ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ BJP തിരിച്ചറിഞ്ഞു. അവരുടെ ഇന്റേണൽ സർവേയിലും അതാണ്, ഈ ആദ്യഘട്ടത്തിലെ 102 സീറ്റുകളിൽ കാര്യമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല, അവർ ഉദ്ദേശിച്ച മേൽക്കൈ കിട്ടത്തില്ല എന്ന് BJP തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 2019 ഈ 102 സീറ്റുകളിൽ 51 സീറ്റുകളിൽ NDA സഖ്യമാണ് ജയിച്ചത്. ഇപ്പം രൂപീകരിച്ച ഇന്ത്യ ബ്ലോക്ക് 2019 വളരെ ലൂസായ, പരസ്പരം ഫൈറ്റ് ചെയ്യുന്ന, പല സീറ്റുകളിലും പരസ്പരം മത്സരിക്കുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ശിഥിലമായ ഒരു സംവിധാനത്തെക്കാൾ കുറെ കൂടെ യുണൈറ്റഡ് ആണ്, ഐക്യമുള്ളതാണ് ഇപ്പോഴത്തെ ഇന്ത്യ സഖ്യം. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ 2019 51 സീറ്റ് NDA നേടിയത് ഇത്തവണ കുറയാം, ഈ 102 ആദ്യഘട്ടം. അപ്പോൾ ഇന്ത്യ സഖ്യത്തിന് കൂടുതൽ സീറ്റുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. അവിടെയാണ് BJPയുടെ ഒരു മ്ലാനത വന്നിരിക്കുന്നത്. ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളത്. ഇനി ഈ ഇലക്ഷൻ നടന്ന സംസ്ഥാനങ്ങൾ എടുക്കുക, യൂണിയൻ ടെറിട്ടറീസ് എടുക്കുക. 21 സംസ്ഥാനങ്ങളിലും യൂണിയൻ ടെറിട്ടറീസിലുമായിട്ടാണ് 102 സീറ്റുകളിലേക്ക് ഫസ്റ്റ് ഫേസ് ഇലക്ഷൻ കഴിഞ്ഞിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനം, ഒറ്റയടിക്ക് ഇലക്ഷൻ നടന്നത് തമിഴ്നാട്ടിലാണ്. 39 സീറ്റുകളിലേക്കുള്ള ഇലക്ഷൻ കഴിഞ്ഞു. അവിടെ DMK നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയിലെ അംഗമായ DMK നയിക്കുന്ന മുന്നണി, അവിടെ കോൺഗ്രസും CPM-ഉം CPI-യും ഉൾപ്പെടെയുള്ള ആ മുന്നണി ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ഈ 102-ൽ 39 അങ്ങനെ കൂട്ടുക. പിന്നെ പ്രധാന മത്സരം നടന്നത് പശ്ചിമ UP-ലാണ്, വെസ്റ്റേൺ UP-യിൽ കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റുകൾ ഇത്തവണ BJPക്ക് കിട്ടില്ല എന്ന് BJP തന്നെ തിരിച്ചറിയുന്നുണ്ട്. അതിന് സാഹചര്യങ്ങളുണ്ട്. വെസ്റ്റേൺ UP-യിലും ഇപ്പോൾ പ്രതിപക്ഷം കുറെ കൂടെ ഒരുമിച്ച് നിൽക്കുകയാണ്, പരസ്പരം മത്സരിക്കുന്നില്ല. അത് തന്നെ BJPക്ക് തിരിച്ചടി ഉണ്ടാക്കാൻ പര്യാപ്തമാണ്. അവിടെ അടുത്ത കാലത്ത് ഈ ഒരാഴ്ച മുമ്പ് ഈ വെസ്റ്റേൺ UP-യിൽ മഹാപഞ്ചായത്ത് കൂടിയിട്ട് രജപുട്ട് വിഭാഗക്കാർ സംഘടിപ്പിച്ച മഹാപഞ്ചായത്തിൽ ബോയ്ക്കോട്ട് BJP എന്നാണ് പറഞ്ഞിരിക്കുന്നത്. BJPയെ ബോയ്ക്കോട്ട് ചെയ്യാൻ അവർ തീരുമാനിച്ചു. അത് ഈ ദേശീയ കർഷക സമരവും മറ്റ് രാഷ്ട്രീയ സംവിധാനങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ടിട്ട് പശ്ചിമ UP-യിലെ BJPക്ക് അനുകൂലമായൊരു സാഹചര്യം ഇപ്പോഴില്ല, 2019 പോലെ ഇപ്പോഴില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അവിടെ സമാജ്വാദ് പാർട്ടി പിന്നെ മറ്റുള്ള ലോക്കൽ പാർട്ടികളുമൊക്കെ യോജിച്ച് മത്സരിക്കുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. പിന്നെ BSP സ്ഥാനാർത്ഥികൾ നിർത്തിയിരിക്കുന്നതൊക്കെ മുസ്ലിം സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിരിക്കുന്നത്. അപ്പൊ രജപുത്രരും മുസ്ലിംസും BJPക്ക് എതിരായാൽ ഇപ്പൊ ഇലക്ഷൻ നടന്ന വെസ്റ്റേൺ UP-യിലെ 8 സീറ്റുകളിൽ BJPക്ക് കാര്യമായ ഒരു മുന്നേറ്റം കൊണ്ടുവരാൻ സാധിക്കത്തില്ല. അതാണ് അവിടുത്തെ സാഹചര്യം. പിന്നെ രാജസ്ഥാനിലെ 25 സീറ്റുകളിൽ 12 സീറ്റുകളിലേക്കാണ് ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിരിക്കുന്നത്, ഒന്നാം ഘട്ടം. രാജസ്ഥാനിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റ് തുന്നം പാടിയെങ്കിലും BJP വീണ്ടും അധികാരത്തിൽ വന്നെങ്കിലും അതിന് പിന്നിൽ കോൺഗ്രസിന്റെ കയ്യിലിരിപ്പ് കൊണ്ടുണ്ടായ ഒരു വലിയ പരാജയം കൂടിയുണ്ട്. അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലുള്ള മൂപ്പ് ഇളമ തർക്കം കോൺഗ്രസിനെ വല്ലാണ്ട് ബാധിച്ചു.
അതിൻ്റെ പാഠം കോൺഗ്രസ് നന്നായിട്ട് പഠിച്ചു, അധികാരത്തിൽ നിന്ന് പുറത്തായി. അതൊന്ന്. ഇപ്പോൾ ഉള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്ന സാഹചര്യം, അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കളഞ്ഞിട്ട് ഒരുമിച്ച് നിന്ന് BJPയെ നേരിടുന്നു എന്നൊരു ആനുകൂല്യം രാജസ്ഥാനിലുണ്ട്. കൂടാതെ രണ്ടാമത്തെ പാഠം പഠിച്ചത് ഈ പ്രാദേശിക സഖ്യകക്ഷികളെ മാറ്റി നിർത്തിയാൽ ഇനിയും തിരിച്ചടി കിട്ടും. അതുകൊണ്ട് പ്രാദേശിക സഖ്യകക്ഷികളെയും സമാജ്വാദി പാർട്ടിയെയും അതേപോലെ CPM-നെയും ഒക്കെ ചേർത്ത് നിർത്തി ഒരൊറ്റ മുന്നണിയായിട്ട് മത്സരിക്കുന്ന സാഹചര്യം രാജസ്ഥാനിൽ ഇന്ത്യ ബ്ലോക്കിന്, പ്രതിപക്ഷ സഖ്യത്തിന് കൂടുതൽ നേട്ടം ചെയ്യുമെന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ കോൺഗ്രസിന്റെ ഒരു തിരിച്ചറിവാണ് ഇതിനകത്തൊരു സഹായമായത്. കോൺഗ്രസിന്റെ ധാർഷ്ട്യം കൊണ്ട് കോൺഗ്രസിന് ഇനി ഒരിക്കലും അധികാരത്തിൽ വരാനാവില്ല എന്ന് കോൺഗ്രസ് തിരിച്ചറിയുക എന്നുള്ളതാണ്. കൂടെ മറ്റുള്ള പാർട്ടികളെ നിർത്തി പോവുക എന്നല്ലാതെ, കൂടെ നിർത്തി കൊണ്ടുപോവുക എന്നല്ലാണ്ട് വേറെ മാർഗമില്ല. അത് രാജസ്ഥാനിൽ ഇപ്പോൾ അവർ അതിന് തയ്യാറായിരിക്കുന്നു. അതിൻ്റെ ഈ 12 സീറ്റിലെ റിസൾട്ട് വരുമ്പോൾ അക്കാര്യത്തിൽ കോൺഗ്രസിനും ഈ സഖ്യകക്ഷികൾക്കും കൂടുതൽ വോട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. 25 സീറ്റാണ് രാജസ്ഥാനിൽ മൊത്തം ഉള്ളത്. ബാക്കി 13 സീറ്റിലേക്ക് അടുത്ത ഘട്ടങ്ങളിലാണ് ഇലക്ഷൻ നടക്കുക. മറ്റൊരു പ്രധാന കാര്യം, രാജസ്ഥാനിൽ ഇത്തവണ വസുന്ധര രാജ സിന്ധ്യ, അവിടുത്തെ BJPയുടെ ഏറ്റവും പ്രമുഖ നേതാവ്, മുൻ മുഖ്യമന്ത്രി, അവര് വളരെ ആക്റ്റീവായിട്ട് പ്രചരണ രംഗത്ത് BJPക്ക് വേണ്ടി ഇറങ്ങിയിട്ടില്ല. കാരണം അവരെ കഴിഞ്ഞ തവണ ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ചപ്പോൾ അവരെയും അവരുടെ അനുഭാവികളെയും തഴഞ്ഞതിൻ്റെ ദേഷ്യം വസുന്ധരയ്ക്കുണ്ട്. വസുന്ധരയ്ക്ക് വളരെ സ്വാധീനമുള്ള മേഖലകൾ രാജസ്ഥാനിലുണ്ട്. കേന്ദ്ര നേതൃത്വം, അമിത്ഷായും നരേന്ദ്രമോദിയും അടങ്ങുന്ന നേതൃത്വം അടിച്ചേൽപ്പിച്ച തീരുമാനങ്ങളോട് അവർക്ക് യോജിപ്പില്ലായ്മയുണ്ട്. അവരതുകൊണ്ട് തന്നെ സജീവമായിട്ട് പ്രചരണ രംഗത്ത് വസുന്ധര രാജ സിന്ധ്യ ഇല്ല. ഇതും BJPയെ പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള ചാൻസും ഇന്ത്യ ബ്ലോക്കിന് ഒരു ആനുകൂല്യം കിട്ടാനുള്ള ചാൻസും രാജസ്ഥാനിൽ നമുക്ക് കാണാം. പറഞ്ഞു വരുന്നത്, UPയിലും രാജസ്ഥാനിലും 2019 കിട്ടിയ ആ സീറ്റുകൾ, ഈ 109 സീറ്റിലെ ഇലക്ഷൻ നടന്നതിൽ അത്രയും ഇനി കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിലും BJPക്ക് ഇങ്ങനെ ഒരു പെർഫോമൻസ് ലെവലാണ് വരുന്നതെങ്കിൽ BJPക്ക് നേരത്തെ പറഞ്ഞ 400 സീറ്റ് നേടുക, ഇനി കേവല ഭൂരിപക്ഷം നേടുക എന്നത് പോലും വളരെ ക്രിട്ടിക്കലായിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഈ വെസ്റ്റേൺ UPയിൽ ഒരു പ്രധാന കാര്യം, മനേകാ ഗാന്ധിയെ അവഗണിച്ചു എന്നതാണ്. വരുൺ ഗാന്ധിക്ക് സീറ്റ് കൊടുത്തില്ല. ഫിലിഭിത്ത് എന്ന് പറയുന്ന വെസ്റ്റേൺ UPയിലെ മണ്ഡലം അവരുടെ തട്ടകമായിരുന്നു, മനേകാ ഗാന്ധിയുടെയും അതുപോലെ വരുൺ ഗാന്ധിയുടെയും. അവരെ പാടെ അവഗണിച്ചതിൻ്റെ അമർഷം അവർക്കുണ്ട്, വരുൺ ഗാന്ധിക്കുണ്ട്. അതും BJPക്ക് എതിരായിട്ട് വരും എന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ പശ്ചിമ UP, വെസ്റ്റേൺ UPയിൽ കഴിഞ്ഞ തവണത്തെ നേട്ടം ആവർത്തിക്കാൻ BJPക്ക് കഴിയില്ല എന്നത് നിസ്സംശയം പറയാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ രാജസ്ഥാനിലെ പുതിയ സാഹചര്യം. പിന്നെ ബീഹാറിൽ BJPക്ക് വലിയ നേട്ടമൊന്നും ഇക്കുറി ഉണ്ടാക്കാൻ കഴിയില്ല. പ്രതിപക്ഷ സഖ്യം വളരെ ശക്തമാണ്. RJDയും കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും CPI ML ഉൾപ്പെടെയുള്ള CPI CPM ഒരു വളരെ ദൃഢമായ ഒരു സഖ്യമാണ് ബീഹാറിൽ BJPയെ നേരിടുന്നത്. BJPക്ക് ഇവിടെ വലിയ പ്രതീക്ഷകൾ കഴിഞ്ഞ 2019 പോലെ കിട്ടാൻ സാധ്യതയില്ല. പിന്നെ ഉള്ളത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിലും ഇത്തവണ പ്രതിപക്ഷ ഐക്യം വളരെ ശക്തമാണ്. വിഘടിത ഷിൻഡെ വിഭാഗം ശിവസേന പിളർത്തിപ്പോയി, അജിത് പവാർ വിഭാഗം NCP പിളർത്തിപ്പോയി. പോയവരൊക്കെ പോയി. പക്ഷേ പോയവരൊക്കെ എങ്ങനെയാണ് പോയെന്ന് നമുക്കറിയാം. അത് ED കേസ്, മറ്റ് കേസ്, അഴിമതി സംഭവങ്ങൾ, കേസിൽപ്പെട്ട് ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടി അജിത് പവാർ കളിച്ച കളികൾ ഒക്കെ നമുക്കറിയാം. ഇപ്പോൾ പോട്ടെ, കോൺഗ്രസിലെ ED കാര്യങ്ങൾ പറയുന്നത് വേറെ ഒത്തിരി പറയാനുണ്ട്, അതിപ്പോൾ പറയുന്നില്ല. അപ്പം ഇത് മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ നേതൃത്വം നൽകുന്ന ശിവസേനയെ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ സഖ്യം, NCP കോൺഗ്രസ്, അതേപോലെ CPM ഇടതു പാർട്ടികൾ, അവർക്ക് ഒരു അനുകൂല സാഹചര്യം മഹാരാഷ്ട്രയിലുണ്ട്. പിന്നെ ഉദ്ധവ് താക്കറെയുടെ ഒരു സഹതാപ തരംഗം മഹാരാഷ്ട്രയിലുണ്ട് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഈ ഏകനാഥ് ഷിൻഡെ പിളർത്തിപ്പോയി, BJP ആയിട്ട് ചേർന്ന് ഗവൺമെൻറ് ഉണ്ടാക്കി, ആ ഒരു ശിവസേനയുടെ പാരമ്പര്യം ഇല്ലാണ്ടാക്കി എന്നുള്ള ഒരു അനുഭാവ പരിഗണന ഉദ്ധവ് താക്കറേക്ക് കിട്ടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴും 2019 ടാലി
BJPക്ക് ആ നേട്ടം കൈവരിക്കാൻ ഇത്തവണ മഹാരാഷ്ട്രയിലും സാധിക്കില്ല. ഇതാണ് ഇനി ബംഗാളിൽ നടന്ന ഇലക്ഷനിൽ ചുരുങ്ങിയ സീറ്റുകളിലാണ് അവിടെ ഇലക്ഷൻ നടന്നിരിക്കുന്നത്. അവിടെയും പിന്നെ BJPക്കുള്ള നേട്ടം 2019 കിട്ടിയ അത്രയും സീറ്റുകൾ ഇത്തവണ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും കുറേ സീറ്റുകൾ BJPക്ക് ബംഗാളിൽ കിട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ബംഗാളിൽ തൃണമൂലും BJPയും തമ്മിലുള്ള നേരിട്ട മത്സരത്തിനിടയിൽ BJP ചില നേട്ടങ്ങൾ അവിടെ ഉണ്ടാക്കാം. ഞങ്ങൾ BJPക്ക് സാധ്യതയുള്ളിടത്ത് നമ്മൾ ഉണ്ടെന്ന് പറയും, ഇല്ലാത്തടത്ത് നമ്മൾ ഇല്ല എന്ന് പറയും. അല്ലാതെ വളരെ ബ്ലൈൻഡായിട്ട് ഇതിനെപ്പറ്റി വിലയിരുത്തുകയല്ല. ബംഗാളിൽ BJPക്ക് ഇപ്പോഴും ഒരു സ്റ്റേക്ക് ഉണ്ട്. അത് എന്തുകൊണ്ട് ആ സ്റ്റേക്ക് വരുന്നുള്ളത് മമതാ ബാനർജിയുടെ ചില നിലപാടുകളും പ്രതിപക്ഷ ഐക്യത്തിന് വിരുദ്ധമായിട്ട് അവരെടുത്ത ചില തീരുമാനങ്ങളും ഒക്കെ അത് അവരെയും ബാധിക്കും. മമതയും ബാനർജിയും തൃണമൂൽ കോൺഗ്രസിനെയും ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ അതുകൊണ്ട് തന്നെ BJP നേട്ടമുണ്ടാകും. അപ്പൊ ഇതിനൊരു മെസ്സേജ് എന്താണ്? ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷ ഐക്യമില്ലാത്തടത്ത് BJP വിൽ ഗെയിൻ. പ്രതിപക്ഷ ഐക്യമില്ലാത്തടത്ത് BJP നേട്ടമുണ്ടാകും. അവിടെ ഞങ്ങൾ കാണുന്ന ഒരു ഗ്രേ ഏരിയ എന്ന് പറഞ്ഞാൽ അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം. ആ ഗ്രേ ഏരിയയാണ് പശ്ചിമ ബംഗാൾ, വെസ്റ്റ് ബംഗാൾ. മമതയുടെ ഈ ചില ഒറ്റപ്പോക്ക് നയം, താനാണ് പ്രമാണി, വേറെ ആരും ഇവിടെ വേണ്ട എന്നുള്ള കോൺഗ്രസിന് കുഴപ്പമുണ്ട്. ഈ ഒറ്റപ്പോക്ക് നയം അവിടെ BJPക്ക് കുറച്ച് ഗുണം ചെയ്യുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ പ്രതിപക്ഷ ഐക്യമാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ തുറുപ്പുചീട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിലെ 102 സീറ്റുകളിൽ ഭൂരിപക്ഷം സീറ്റുകളും ഇന്ത്യ ബ്ലോക്ക് സഖ്യം നേടും എന്ന് പറയാൻ കാര്യം. ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയേണ്ടത്, ഇത് കോൺഗ്രസിന്റെ വലിയ മഹിമയായിട്ടൊന്നും നമ്മൾ കാണണ്ട. കോൺഗ്രസ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. രാഹുൽ ഗാന്ധി ഭാവി പ്രധാനമന്ത്രിയാവണം, അതല്ലാതെ ഒരു അജണ്ടയും കോൺഗ്രസിനില്ല. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയാം, ഈ ഇലക്ഷൻ കഴിയുമ്പോൾ, ഈ രീതിയിൽ കഴിയുമ്പോൾ ഒരുപക്ഷെ കോൺഗ്രസിന് കിട്ടുന്നതിനേക്കാൾ സീറ്റുകൾ ഈ പ്രതിപക്ഷ ഐക്യത്തിലെ ഇന്ത്യ ബ്ലോക്കിലെ മറ്റു പാർട്ടികൾ സംയുക്തമായിട്ട് നേടുമ്പോൾ ഇൻ കേസ് ഇന്ത്യ ബ്ലോക്കിന് ഭൂരിപക്ഷം കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരു തൂക്ക് പാർലമെന്റ് വന്നു കഴിഞ്ഞാൽ, ലോക്സഭ വന്നു കഴിഞ്ഞാൽ, കോൺഗ്രസിന് പ്രധാനമന്ത്രിയാകണമെന്ന് വിചാരിച്ചാൽ, പ്രധാനമന്ത്രി സ്ഥാനം വേണമെന്ന് തീരുമാനിച്ചാൽ ഒരുപക്ഷെ അത് നടക്കാതെ പോകുന്ന രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിലുണ്ട്. അത് കോൺഗ്രസ് തിരിച്ചറിയുന്നില്ല. അവിടെയാണ് ഇപ്പോഴും തനിക്ക് ശേഷം പ്രളയം. അതായത് കോൺഗ്രസിന്റെ വളരെ വ്യക്തമായ അജണ്ട എന്താണെന്ന് വെച്ചാൽ, ആ പ്രകടന പത്രികയിൽ തന്നെ പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കുമെന്ന്, അത് പുനഃപരിശോധിക്കുമെന്ന് ആദ്യം ഉണ്ടാക്കിയ കരട് മാനിഫെസ്റ്റോയിൽ ചേർത്തെങ്കിലും പിന്നീട് അത് വെട്ടിക്കളഞ്ഞു. ആരാ വെട്ടിക്കളഞ്ഞത്? കോൺഗ്രസ് ഹൈക്കമാൻഡ്. എന്ന് പറഞ്ഞാൽ മൃദു ഹിന്ദുത്വ സമീപനം. മുസ്ലിങ്ങളായിട്ടുള്ളവർക്ക് പൗരത്വം കൊടുക്കില്ല എന്ന ഈ ഭേദഗതി നിയമം പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ വരുന്ന മുസ്ലിം സമുദായത്തിലുള്ളവർക്ക് ഇന്ത്യൻ പൗരത്വം കൊടുക്കില്ല എന്ന ഈ വിവേചനപരമായ തീരുമാനം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 സമത്വത്തിന് വിരുദ്ധമാണ്. അത് ഞങ്ങൾ എതിർക്കുന്നുണ്ട്, ഞങ്ങൾ അതിനെ റദ്ദാക്കും അധികാരത്തിൽ വന്നാൽ എന്ന് പറയാൻ ഉള്ള ചങ്കൂറ്റം കാണിക്കാത്ത കോൺഗ്രസിന്റെ പ്രകടന പത്രിക എത്രയോ ദുർബലമാണ്, മൃദു ഹിന്ദുത്വ സമീപനമുള്ളതാണ്. കോൺഗ്രസിന്റെ ഒരു നേതാക്കളും, പ്രസിഡന്റ് ഉൾപ്പെടെ, AICC പ്രസിഡന്റ് ഖാർഗെ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ, കേരളത്തിലെ VD സതീശൻ ഉൾപ്പെടെ ഒരു നേതാക്കളും ഈ പൗരത്വ ഭേദഗതി നിയമത്തെ ഞങ്ങൾ എതിർക്കുന്നു, ഞങ്ങൾ ഇതിനെ റദ്ദാക്കും അധികാരത്തിൽ വന്നാൽ എന്ന് കൃത്യമായിട്ട് പറയാൻ അവർക്ക് കഴിയുന്നില്ല, സാധിക്കുന്നില്ല. ഖാർഗെയോട് ചോദിച്ചപ്പം വാർത്താ സമ്മേളനത്തിൽ ഖാർഗെ പറഞ്ഞു, ഞാൻ അതൊന്നുകൂടെ പഠിച്ചിട്ട് പറയാൻ പറഞ്ഞു ഒളിച്ചോടുകയാണ് ചെയ്തത്. അപ്പൊ കോൺഗ്രസ് എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ വെരി സിമ്പിളായിട്ട് ലെഫ്റ്റ് റൈറ്റ് വോയിസ് പറയാം. കോൺഗ്രസിന്റെ സൈക്കോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രതിപക്ഷ ഐക്യം വിജയിച്ചാൽ ഞങ്ങളുടെ ആള് പ്രധാനമന്ത്രിയാവണം. ഞങ്ങൾക്ക് സീറ്റ് കുറവാണെങ്കിലും ഞങ്ങളുടെ ആള് പ്രധാനമന്ത്രിയാവണം. അല്ലെങ്കിൽ പ്രതിപക്ഷ ഐക്യം വേണ്ട, ജയിക്കേണ്ട, BJP വീണ്ടും ഭരിച്ചോട്ടെ, നരേന്ദ്രമോദി അടുത്ത 5 കൊല്ലം കൂടെ ഭരിച്ചോട്ടെ, ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾ മൃദു ഹിന്ദുത്വയാണ്. ഇത്തരം ദുർബലമായ നിലപാടില്ലാത്ത ഒരു പാർട്ടിയാണ് ഇന്ത്യ ബ്ലോക്കിനെ നയിക്കുന്നത് എന്നത് തന്നെയാണ് ഇന്ത്യ ബ്ലോക്കിന്റെ പ്രതിപക്ഷ സഖ്യത്തിന്റെ ഏറ്റവും വലിയ ദൗർബല്യം. നിലപാടില്ലാത്ത, അഭിപ്രായങ്ങളില്ലാത്ത
ഒരു രാഹുൽ ഗാന്ധിയും ഒരു കോൺഗ്രസും ഒരു ഹൈക്കമാൻഡ്. ഇവർ ജയിച്ചു വന്നാൽ ഇവർക്ക് എന്താ ചെയ്യാൻ പറ്റുക? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, എത്ര സീറ്റുകൾ പ്രതിപക്ഷ മുന്നണി ഇന്ത്യ ബ്ലോക്ക് നേടിയാലും അത് ഞങ്ങളുടെ വിലയിരുത്തൽ കോൺഗ്രസ് നേടുന്നതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ കോൺഗ്രസിനോടൊപ്പമുള്ള പ്രതിപക്ഷ ഇടതുപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ നേടിയിരിക്കും. കാരണം കോൺഗ്രസ് ഫൈറ്റ് ചെയ്യുന്നതിനാൽ കോൺഗ്രസിന് തിരിച്ചടി കിട്ടുകയുള്ളൂ. രാജസ്ഥാൻ ഉൾപ്പെടെ അവിടെ സഖ്യം ഉണ്ടാക്കിയെങ്കിലും UP, മധ്യപ്രദേശ് കഴിഞ്ഞ തവണ BJPയോട് നേരിട്ട് കോൺഗ്രസ് ഏറ്റുമുട്ടിയ സംസ്ഥാനങ്ങൾ, അവിടെ ഏതെങ്കിലും ഒരു സീറ്റ് കൂടുതൽ പിടിക്കാനോ നേടാനോ കോൺഗ്രസിന് സാധിക്കുമോ? പ്രയാസമാണ്. അതേസമയം കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന സഖ്യകക്ഷികൾ പല സംസ്ഥാനങ്ങളിലായിട്ട് കൂടുതൽ സീറ്റുകൾ നേടും. അപ്പൊ ഇങ്ങനെ വരുമ്പം BJPക്ക് ഒരു വലിയ നേട്ടം കിട്ടിയില്ലെങ്കിൽ ഇവിടെ 2 പ്ലേയേഴ്സ് ഉണ്ട്. ഭാവി അടുത്ത പ്രധാനമന്ത്രി, അടുത്ത ഗവൺമെന്റ്, അടുത്ത രാജ്യം ഭരിക്കുന്ന ആരാണെന്ന് തീരുമാനിക്കുന്ന 2 പാർട്ടിയുണ്ട്. ഒന്ന് ബിജു ജനതാദൾ, നവീൻ പട്നായിക്കിന്റെ ഒഡീഷയിലെ BJD, അവര് നേടുന്ന സീറ്റുകളുടെ എണ്ണം പാർലമെന്റിലേക്ക്, ലോക്സഭയിലേക്ക്. അതുപോലെ തെലങ്കാനയിലും പിന്നെ പഴയ ആന്ധ്ര, തെലങ്കാനയിലും ഇപ്പോഴത്തെ ആന്ധ്രയിലും ചന്ദ്രബാബു നായിഡുവിന്റെ TDPയും BJPയും തമ്മിലുള്ള സഖ്യത്തിൽ നേടുന്ന സീറ്റുകൾ. തെലങ്കാനയിൽ പോലും അവിടുത്തെ ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പഴയ AVP ആണ്, അദ്ദേഹം ഇപ്പോഴും പഴയ BJP ആണ്. അതുകൊണ്ട് കോൺഗ്രസിന് സന്തോഷിക്കാനൊന്നും ഇല്ല, വേണ്ട, അങ്ങനെ സന്തോഷിക്കേണ്ട. നിങ്ങൾ ആന്ധ്രയിൽ നിന്ന് സീറ്റ് നേടിയാൽ പോലും അത് BJP അക്കൗണ്ടിലേക്ക് പോകുമെന്ന് ഞങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ തെലങ്കാനയിൽ നിന്ന് നേടിയാൽ അത് BJP അക്കൗണ്ടിലേക്ക് പോയി കൂടായില്ല. രേവന്ത് റെഡ്ഡി കോർ BJP ആണ്, കോൺഗ്രസിലേക്ക് മാറി മാറി വന്ന് കോൺഗ്രസിൽ വന്നിട്ട് ഇപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി വരെയായി. നാളെ എന്ത് സംഭവിക്കുമെന്ന് നോക്കുക. എത്ര മുഖ്യമന്ത്രിമാരാണ് BJPയിലേക്ക്, മുൻ മുഖ്യമന്ത്രിമാരാണ് ഇതിനകം പോയിരിക്കുന്നത് ഈ രാജ്യത്ത് BJPയിലേക്ക്. പിന്നാണ് ഒരു രേവന്ത് റെഡ്ഡി. എത്ര മന്ത്രിമാർ, എത്ര മുഖ്യമന്ത്രിമാർ ഓരോ സ്റ്റേറ്റിലും BJPയിലേക്ക് പോയി ചേക്കേറിയിരിക്കുന്നു. അതുകൊണ്ട് കോൺഗ്രസും ഇപ്പോഴും പാഠം പഠിക്കുന്നില്ല എന്ന് ഞങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ റിസൾട്ട് വരാൻ പോകുന്നത്. ഞങ്ങൾ പ്രധാനമന്ത്രി ആയില്ലെങ്കിൽ ഞങ്ങൾക്ക് അധികാരം വേണ്ട, BJP ഭരിച്ചോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു മുന്നണിയുടെ തലപ്പത്തിരിക്കുന്ന കോൺഗ്രസിനെ കുറിച്ച് എന്താണ് നമ്മൾ പറയേണ്ടത്? വലിയ കഷ്ടമാണിത്. ഇത് പ്രതിപക്ഷ മുന്നണിയിലെ മറ്റു പാർട്ടികൾ തിരിച്ചറിയുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ പറഞ്ഞതുപോലെ പിണറായി വിജയനെതിരെ രാഹുൽ ഗാന്ധി വന്ന് പ്രസംഗിക്കുന്നത് എന്തുകൊണ്ടാണ്? കേജ്രിവാളിനെ പോലെ ഈ മനുഷ്യനെ പിടിച്ച് ജയിലിടാത്തത് എന്താ എന്ന് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ പ്രധാന കക്ഷി നേതാവ് വന്ന് കണ്ണൂരിൽ പ്രസംഗിച്ചാൽ എന്തായാലും അർത്ഥം എന്താണ്? ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ഈ രാഷ്ട്രീയ പരിപാടിയുണ്ടല്ലോ, കോൺഗ്രസിന് ആത്യന്തികമായിട്ടും ഒരു നേട്ടം ഉണ്ടാക്കാൻ പോകുന്നില്ല. ഇവിടെ ഒരു ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ കോൺഗ്രസിന് അനുകൂലമായിട്ടൊരു പിക്ചർ തെളിഞ്ഞു വരില്ല എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അത് വീണ്ടും BJP അധികാരത്തിൽ എത്തുമോ, മറ്റുള്ളവരുടെ പിന്തുണ കൊണ്ട് എന്നൊക്കെയുള്ളത് കാത്തിരുന്ന് കാണേണ്ടത്.